കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു. ഇയ്യോബിൻ്റെ വാക്കുകളാണിത്. ജീവിതത്തിൽ ആപത്തുകളും രോഗങ്ങളും കടന്നു വരുമ്പോൾ ചിലരെങ്കിലും ദൈവം തങ്ങൾക്കെതിരെ എന്ന് ചിന്തിക്കാറുണ്ട്. സമാന സാഹചര്യത്തിലായിരുന്നു ഭക്തനായിരുന്ന ഇയ്യോബ്. തനിക്ക് ഭവിച്ചത് ദൈവം അയച്ച വിഷലിപ്തമായ അസ്ത്രങ്ങൾ എന്ന് അദ്ദേഹം ഒരു വേള കരുതിയതായി വേണം സ്മരിവാക്യത്തെ മനസ്സിലാക്കുവാൻ. തൻ്റെ പ്രതിസന്ധികളിൽ പരിതപിക്കാതെ ദൈവം തന്നെ അതിയായി സ്നേഹിക്കുകയും തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ധാരാളമായി അനുഗ്രഹിക്കുന്നതിന് ഉദ്ദേശിക്കുന്നതായും ഇയ്യോബ് മനസ്സിലാക്കണമായിരുന്നു. പ്രിയരെ, വിശ്വാസജീവിതം മരുഭൂയാത്രയ്ക്ക് സമാനമാണ്. പ്രതിസന്ധികൾ പെരുകിയെന്നു വന്നേക്കാം, രോഗങ്ങൾ പിടിച്ചെന്നു വരാം. അവിടെ കരുതുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിക്കണം. ദൈവത്തെ ഒരിക്കലും അവിശ്വസിച്ചുകൂടാ. ഭക്തനായിരുന്ന TJ അന്ത്രയോസ് പാടി, രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെൻ നാഥൻ ദേഹം പുതുതാക്കിയിടാൻ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ഇന്ന് പ്രഭാതത്തിൽ പരിശോധനയുടെ പാരമ്യത്തിലാണെങ്കിലും പരിശുദ്ധനായവനിൽ ആശ്രയം വയ്ക്കാം. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്.